സിറിയ വിമതസേന പിടിച്ചടക്കിയതിനു നടുവിൽ അമേരിക്ക സിറിയയിലെ IS കേന്ദ്രങ്ങളിൽ വ്യാപകമായി വ്യോമാക്രമണം നടത്തുന്നതിൻ്റെ വാർത്തകൾ ഈ മണിക്കൂറുകളിൽ വരുന്നു. പ്രത്യേകിച്ച് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറിയയിൽ ഇടപെടേണ്ട കാര്യമില്ലെന്ന് ജോ ബൈഡൻ സർക്കാരിനോട് പറഞ്ഞെങ്കിലും ട്രംപിൻ്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഭരണത്തിലുള്ള ജോ ബൈഡൻ സർക്കാർ സിറിയയിൽ വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണം നടത്തുന്നത്. F-16 അടക്കമുള്ള F-സീരീസിൽപ്പെട്ട വിമാനങ്ങൾ തലങ്ങും വിലങ്ങും 75 IS കേന്ദ്രങ്ങളിലാണ് അവർ ബോംബിട്ടത്. അതിന് അമേരിക്ക പറയുന്ന ന്യായം ഈ ബഹളങ്ങൾക്ക് നടുവിൽ, അരാജകത്വത്തിന് നടുവിൽ IS അവിടെ കൂടുതൽ ശക്തി നേടാൻ സാധ്യതയുണ്ട്, അത് തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ വിമത സേനയുടെ വിജയത്തിന് നടുവിൽ ഒളിവിൽ ഒരുപക്ഷെ IS-ന് ശക്തിയുള്ള കേന്ദ്രങ്ങൾ പിടിച്ചടക്കുന്നത് തടയുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ഈ വടക്ക് കിഴക്കൻ സിറിയയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കുർദിഷ് ഡെമോക്രാറ്റിക് ഫോഴ്സസ്, അവർക്ക് പിന്തുണ നൽകുന്നത് അമേരിക്കയാണ്. ആ കുർദിഷ് സർക്കാരുകളെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റുകാരും മറ്റുള്ളവരും ആക്രമിക്കുന്നത് തടയുക കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ആ മേഖല, അവിടെ അമേരിക്കയുടെ 1000-ഓളം സൈനികരുണ്ട്, അവർക്ക് സംരക്ഷണം നൽകുക, അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഈ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടക്കുന്നത്. അരാജകത്വത്തിന് നടുവിൽ അമേരിക്ക അതിശക്തമായിട്ട് വടക്ക് കിഴക്കൻ സിറിയയിൽ IS കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം സിറിയയുടെ അതിർത്തിയിൽ കിടക്കുന്ന ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലും ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ കരസേന ടാങ്കുകളുമായി കയറിയിരിക്കുന്നു സിറിയയുടെ അതിർത്തികളിലേക്ക്. അവർ പറയുന്നത് ബഫർ സോണായിട്ടിരിക്കുന്ന ഡീമിലിറ്ററൈസ് ചെയ്ത സോണിലാണ് കയറിയിരിക്കുന്നത്, പക്ഷേ സിറിയയുടെ മണ്ണിലേക്ക് കയറിയിരിക്കുന്നു. ഇസ്രായേൽ കാണുന്നത് അവിടെ മുഴുവൻ സിറിയൻ സൈന്യത്തിൻ്റെ ആയുധ ഡെപ്പോകളുണ്ട്, ഒരുപാട് ആയുധങ്ങളുണ്ട്, രാസായുധങ്ങൾ വരെയുണ്ട്, മസ്റ്റാർഡ് ഗ്യാസ് അടക്കം. അപ്പോൾ അതൊക്കെ വിമത സേന പിടിച്ചെടുക്കുന്നതിന് മുൻപേ അതൊക്കെ തകർത്ത് കളയുക, ആയുധ ഡെപ്പോകൾക്ക് മേലെ ബോംബാക്രമണം നടത്തുന്നുണ്ട്, ഷെല്ലുകൾ അടിക്കുന്നുണ്ട്. ഇസ്രായേൽ സേന ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ലെബനനിലും ഗസയിലും നടത്തുന്ന യുദ്ധത്തിന് പുറമെയാണ് പുതിയ മുന്നേറ്റം ഗോലാൻ കുന്നുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1967 ഇസ്രായേലും സിറിയയും തമ്മിലുള്ള യുദ്ധത്തിൽ ഗോലാൻ കുന്നുകളിലെ ഒരു ഭാഗം ഇസ്രായേലിൻ്റെ കയ്യിലും മറുഭാഗം സിറിയയുടെയും കയ്യിലാണ്. ഇപ്പോൾ അവിടെ ഒരു ബഫർ സോണായിട്ടൊരു മേഖലയുണ്ട്, ആ മേഖലയിലേക്കാണ് ഇസ്രായേൽ സൈന്യം കയറിയിരിക്കുന്നത്. അപ്പോൾ വിമത സേന, സിറിയയുടെ പ്രസിഡൻ്റായിരുന്ന ബഷാർ അൽ അസാദ്, അദ്ദേഹം ഈ വിമത സേനയുടെ മുന്നേറ്റത്തിന് നടുവിൽ ഒരു വിമാനത്തിൽ, സ്വകാര്യ വിമാനത്തിൽ കയറി റഷ്യയിലേക്ക് രക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് വിമതസേന ഡമാസ്കസ് പിടിച്ചടക്കിയത്. അദ്ദേഹത്തിന് റഷ്യയിൽ സുരക്ഷിതമായിട്ട് താമസിക്കാനും ഉള്ള രാഷ്ട്രീയ അഭയം റഷ്യ നൽകിയെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബഷാർ കഴിഞ്ഞ 24 വർഷമായി റഷ്യയുടെയും ഇറാൻ്റെയും പിന്തുണയോടെയാണ് അവിടെ ഭരിച്ചത്. 2011 അറബ് വസന്തം കത്തി നിന്ന സമയത്തും ടുണീഷ്യയിലും ഈജിപ്തിലൊക്കെ ഭരണാധികാരികളെ കടപുഴക്കി എറിഞ്ഞ് ഈ അറബ് വസന്തം ഒരു വിപ്ലവമായി മാറിയപ്പോൾ അതിനെ ചെറുത്ത് നിന്ന ഒരു രാജ്യമാണ് സിറിയ. അതിന് പ്രത്യേകിച്ച് റഷ്യയുടെ സൈനിക താവളം, പ്രത്യേകിച്ച് വ്യോമത്താവളവും നാവികത്താവളവും സിറിയയിലുണ്ട്. ടാർസസ് അടക്കമുള്ള നാവികത്താവളത്തിൽ നിന്നാണ് റഷ്യ വലിയ രീതിയിൽ വിമതസേനയ്ക്കെതിരെ വ്യോമാക്രമണം നടത്തി ബഷാറിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ 13 വർഷം ആ ചെറുത്തുനിൽപ്പ് ഇവിടെ അവസാനിക്കുന്നു. വിമതസേന ഏറ്റവും ശക്തമായ രീതിയിലാണ് ഇപ്പോൾ അവിടെ ഡമാസ്കസ് പിടിച്ചടക്കിയിരിക്കുന്നത്. വിമതസേനയുടെ തലപ്പത്ത് 10 സേനകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സേന, അതിന് നേതൃത്വം നൽകുന്ന സേന HTS ആണ്. അത് ഹയാത്ത് തെഹ്രി ഷാം എന്ന പേരിൽ, അതിൻ്റെ നേതാവ് അബു മുഹമ്മദ് ജുലാനിയാണ്. ജുലാനി 2 പതിറ്റാണ്ട് തീവ്രവാദി സംഘടനയായ അൽഖ്വയ്ദയുമായി ബന്ധമുണ്ടായിരുന്ന ആളാണ്. പക്ഷേ 2016 ആ ബന്ധം ഉപേക്ഷിച്ചാണ് അദ്ദേഹം ഈ HTS എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. അത് കുറച്ചുകൂടി മോഡറേറ്റായിട്ട് നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ വിപ്ലവം വഴി അല്ലെങ്കിൽ വിമതസേനയുടെ മുന്നേറ്റത്തിന് മുമ്പ് തന്നെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഷിയ മുസ്ലിമുകൾക്കും ദ്രൂസിനും ക്രിസ്ത്യാനികൾക്കൊക്കെ താൻ സംരക്ഷണം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഈ ബഷാറിനെ പോലെ ഏകാധിപത്യ ശൈലി ഉണ്ടെന്നുള്ള ആരോപണമുണ്ട്. അവിടെ എതിർപ്പുകളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സിറിയ പൂർണ്ണമായിട്ടും
വിമതസേനയുടെ കയ്യിലാണ്. എന്ന് മാത്രമല്ല, ഡമാസ്കസിലെ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ജയില്, അവിടെ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ ബഷാർ പീഡിപ്പിച്ചും ഒക്കെ അവിടെ പാർപ്പിച്ചിരുന്നു. ഒരുപാട് പേര്, ആയിരക്കണക്കിന് തടവുകാർ കൊല്ലപ്പെട്ടിരുന്നു. വിമതസേനയുടെയും വിമത ശബ്ദം ഉയർത്തിയവരെയും കൊല ചെയ്തിരുന്നു. അവിടുത്തെ ജയിലുകൾ തുറന്ന് ഈ തടവുകാരെ, സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും അടക്കം പുറത്തുവിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ ബഷാർ ആസാദിൻ്റെ കൊട്ടാരത്തിൽ ജനങ്ങൾ കയറി കൊള്ളയടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ഇതേ സംഭവം ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന പുറത്തായപ്പോൾ അവർ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടപ്പോഴും, ശ്രീലങ്കയിൽ പ്രസിഡന്റ് മഹീന്ദ രാജപാക്സെ കൊട്ടാരം വിട്ടോടി മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിച്ചപ്പോഴും ജനം ഇതുപോലെ തിങ്ങിക്കയറുകയും, ശ്രീലങ്കയിലാണെങ്കിൽ പ്രസിഡന്റിൻ്റെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നു, അവിടെ അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നു, പ്രസിഡന്റ് ഇന്ന് ഓഫീസിൽ കയറി അനൗദ്യോഗികമായി യോഗം നടത്തുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് സമാനമായ സംഭവങ്ങൾ ഇപ്പോൾ ഡമാസ്കസിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഡമാസ്കസിൽ ജനങ്ങൾ, പ്രത്യേകിച്ച് 50 വർഷത്തെ ആസാദ് ഭരണം, പ്രത്യേകിച്ച് ഹഫീസ് ആസാദ്, അദ്ദേഹം പിതാവാണ്, ഇപ്പോഴത്തെ പുറത്തായ പ്രസിഡന്റിൻ്റെ പിതാവാണ് ആദ്യമായിട്ട് അവിടെ ഭരണം ആ കുടുംബത്തിന് വേണ്ടി പിടിച്ചടക്കുന്നത്. 1970 അവർ ഭരണം പിടിച്ചടക്കുന്നത്. 1970 ഹഫീസ് ആസാദ് ഇത് പിടിച്ചടക്കുമ്പോൾ അദ്ദേഹം പാവപ്പെട്ടവനായിട്ട് പട്ടാളത്തിൽ ചേർന്നതാണ്. പട്ടാളത്തിൽ മേധാവിയായി അദ്ദേഹം ബാത്ത് പാർട്ടി ഉണ്ടാക്കി. ആ ബാത്ത് പാർട്ടിയാണ് ഭരണം പിടിച്ചടക്കിയത്. 30 വർഷം ഈ ബഷാർ ആസാദിൻ്റെ പിതാവ് ഹഫീസ് ആസാദാണ് ഭരിച്ചത്. അത് 2000 അദ്ദേഹം മരിക്കുമ്പോൾ പുതിയ പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ വന്നതാണ് ബഷാർ അൽ അസാദ്. 24 വർഷമായി അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ഭരണമായിരുന്നു. പിതാവും ഏകാധിപത്യ ഭരണമായിരുന്നു. ആരൊക്കെ എതിർക്കുന്നു അവരെയൊക്കെ വെട്ടിനിർത്തുക എന്ന ശൈലിയാണ് സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ജയിലിലായിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, തുർക്കിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അഭയാർത്ഥികളായിട്ട് സിറിയക്കാർ പോയിട്ടുണ്ട്. റുമേനിയയിലുണ്ട്, ജർമ്മനിയിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്, ലെബനനിൽ വരെയുണ്ട്. അപ്പോൾ അവരൊക്കെ തിരിച്ചു വരികയാണ്. ലക്ഷക്കണക്കിന് സിറിയക്കാർ ഈ വിമതസേനയുടെ മുന്നേറ്റത്തിന് ശേഷം തിരിച്ചു വരുന്നു എന്ന വാർത്ത കൂടി വരുന്നു. പല രാജ്യങ്ങളിലെയും എംബസികളിൽ അവർ വിമതസേനയുടെ പതാക ഉയർത്തുന്നതിൻ്റെ ചിത്രം വരുന്നുണ്ട്. ഡമാസ്കസിൽ ഉമയാദ് എന്ന 1300 വർഷം പഴക്കമുള്ള മുസ്ലിം ദേവാലയത്തിൽ നിന്നുകൊണ്ടാണ് വിമതസേനയുടെ തലവൻ ജുലാനി സംസാരിച്ചത്. അദ്ദേഹമായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ ഭരണാധികാരിയായിട്ട് വരുന്നത്. തോക്കുകൾ ആകാശത്തേക്ക് ഉയർത്തി വെടിവെച്ചുകൊണ്ടാണ് അവർ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം വിമതസേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമേരിക്കയും റഷ്യയും വൻ ശക്തികളൊക്കെ വളരെ സസൂക്ഷ്മമാണ് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെകുത്താനും കടലിനും ഇടയിൽ എന്നുള്ള അവസ്ഥയിലാണ് അമേരിക്ക. കാരണം പുറത്തുപോയ ബഷാർ പുറത്തുപോയത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പറഞ്ഞത് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ നീതി നടപ്പിലായിരിക്കുന്നു, കാവ്യനീതി നടപ്പിലായിരിക്കുന്നു. ഇത് വരേണ്ട സംഭവമാണ്. അതോടൊപ്പം തന്നെ സൂക്ഷിക്കണം. കാരണം തീവ്രവാദികളുടെയുമായി ബന്ധമുള്ള സംഘടനകളാണ് പുതുതായി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു ഭാഗം സുരക്ഷിതമായിട്ട് അമേരിക്കൻ സേനയെയും അതുപോലെ തന്നെ കുർദിഷ്, അവരെ പിന്തുണയ്ക്കുന്ന കുർദിഷ് സേനയെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ജോ ബൈഡന് പ്രത്യേകമായിട്ട് അറിയാം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ അവിടുത്തെ അമേരിക്കൻ സൈനികരടക്കം 100 കണക്കിന് ആളുകൾ ചാവേർ ബോംബുകളിൽ കൊല്ലപ്പെട്ടതും അതുമൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പേരിൽ ബൈഡൻ സർക്കാർ നേടേണ്ടി വന്ന വലിയ രീതിയിലുള്ള എതിർപ്പൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേണായിട്ട് അമേരിക്ക നിൽക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്, സന്ദേശമാണ് ജോ ബൈഡൻ നൽകുന്നത്. എന്ന് മാത്രമല്ല, അവിടെ ഇടപെടേണ്ട എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രവചനം അല്ലെങ്കിൽ ഒരുപക്ഷെ സന്ദേശം നിലവിലുള്ള പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ യുദ്ധവിമാനങ്ങൾ ഇറക്കി 75 IS കേന്ദ്രങ്ങളിൽ ഇപ്പോഴും റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഈ തക്കം പാർത്ത് അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ വിമതസേനയാണെങ്കിൽ ഡമാസ്കസ് പിടിച്ചിരിക്കുന്നു. അപ്പോൾ പല ഭാഗത്തുനിന്ന് പല ഫാക്ഷൻസ് ഉണ്ട്. അവരുമായിട്ട് ഒരുപക്ഷെ വിമതസേനയും കുർദിഷ് പോരാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പുറത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് വിമതസേന പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇസ്രായേൽ
ഇപ്പോൾ സിറിയൻ മണ്ണിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇസ്രായേൽ ഈ തക്കം നോക്കിയിട്ട് സിറിയയുടെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ അവരുടെ ടെറിട്ടറി അല്ലെങ്കിൽ അവരുടെ ഭൂപ്രദേശം വലിയ രീതിയിൽ വ്യാപിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.